എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മണി ഇപ്പോൾ 9:30 ആയി കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞായിരുന്നു. കാരണം രാവിലെ കാപ്പി കുടിക്കുന്ന സമയം കുറച്ച് തിരക്കിട്ട സമയമാണ് കേട്ടോ. അപ്പം ആ സമയമാകുമ്പം ഒറ്റയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ ട്രൈപോഡ് ഉണ്ടല്ലോ, അതിലാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന സമയം ഒരുപാടാവും. ഇവിടെ കാപ്പി കുടിക്കുന്ന സമയം ഞാൻ ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ മാറ്റുമ്പോൾ കാപ്പി കറക്റ്റ് സമയം കുടിക്കുന്നവർക്ക് ഒരു അസ്വസ്ഥത തോന്നും. അപ്പോൾ ഞാൻ ശരി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇനി ചോറ് കഴിക്കാൻ 1:30-2 മണിയാവും. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നിറയെ സമയമുണ്ടല്ലോ ആ സമയം. അപ്പോൾ ഇന്ന് എനിക്ക് മീൻ കട്ട് ചെയ്യണ്ട, കാരണം ഇന്നലെ തന്നെ കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് മീൻ കട്ട് ചെയ്യണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് മീൻ കറിയും വെച്ച് ഒരു ബീട്രൂട്ട് തോരൻ വെച്ച് ഒരു മോര് കറിയും വെക്കാം, അച്ചാറുണ്ട്. അപ്പം ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ എനിക്കൊരു അരമണിക്കൂറല്ല കേട്ടോ, എല്ലാം കൂടെ എനിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണം. കാരണം വീട് തൂക്കാനുണ്ട്, ഇനി വീട് തുടയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ മീനൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കുറച്ച് പാത്രമുണ്ട്, രാവിലെ കാപ്പി കുടിച്ച കുറച്ച് പാത്രമുണ്ട്, അത് കഴുകണം. അപ്പോൾ മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഇവിടെ ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ എന്താ ഒരു ഇടിയും മിന്നലും മഴയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എനിക്ക് മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പം ഉറക്കണിട്ട് വന്നപ്പോൾ നല്ല താമസിച്ചെന്ന് വെച്ചാൽ 8 മണിയായി ഞാൻ ഉറക്കണീറ്റ് വന്നപ്പോഴത്തേക്കും. അപ്പം കാപ്പിയെല്ലാം കുടിച്ച് വന്നപ്പോഴത്തേക്ക് 9:30 ആയി. ഇപ്പം ചെറുതായിട്ട് വെയിൽ വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അപ്പോൾ ഇനി വൈകിട്ടടിക്കാം, മുറ്റം വൈകിട്ടടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേണം കാണിച്ചു തരാം കേട്ടോ. മുറ്റം ഭയങ്കര ചവറാണ് കേട്ടോ. സംഭവം അപ്പുറത്തിപ്പുറത്തുള്ള ചവറുകളെല്ലാം, നമ്മളെ വീട്ടിൽ മരങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഭയങ്കര ചവറാണ് കേട്ടോ വീട്ടിൽ. നമ്മൾ ഇപ്പോൾ ഈ കാറ്റൊക്കെ സമയമാണെങ്കിൽ നമ്മൾ രാവിലെ തൂത്തിട്ടാലും കുറേ കഴിഞ്ഞ് ഒരു ഉച്ച സമയമാകുമ്പോൾ ഭയങ്കര ചവറായിരിക്കും. ഈ നെല്ലി ഇപ്പം കുഴപ്പമില്ല കേട്ടോ. നെല്ലി ഇപ്പം വീണ്ടും പുതിയ ഇലകൾ വരണ സമയം ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഈ കൊഴിയുന്ന കുറച്ച് സമയമുണ്ട്. ആ സമയമാകുമ്പം എപ്പോഴും മുറ്റത്തെത്തി ഇങ്ങനെ തന്നെയാണ് സത്യം. ഒരുപാട് മുറ്റമുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ കണിക്കൊന്നും പൂത്തി നിൽക്കുന്നത് കണ്ടോ, നല്ല രസമാണ് കേട്ടോ. കണ്ടോ അപ്പുറത്തെ വീട്ടിൽ താമരൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ വീട്ടിൽ ഉണ്ടോ, നല്ല രസമല്ലേ. ഞാനിങ്ങനെ സംസാരിച്ചിട്ടിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഞാൻ ഭയങ്കര സംസാരപ്രിയമാണ്. പക്ഷേ ഈ വീട്ടിലധികം ഇല്ല കേട്ടോ ആരും സംസാരിക്കാൻ. എൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ അമ്മ, പപ്പ, അമ്മച്ചി, ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബം എന്ന് വെച്ചാൽ അമ്മച്ചി മാത്രമേ എക്സ്ട്രാ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. 5 വർഷം ഇനി കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷവും ഞാനിവിടെ ഒറ്റയ്ക്കാണ്. കാരണം ചേട്ടൻ്റെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സംസാരപ്രിയമാണ് കേട്ടോ. ഞാൻ നന്നായി സംസാരിക്കും. എനിക്കിഷ്ടപ്പെട്ടടുത്ത് ഞാൻ നന്നായി സംസാരിക്കും. പിന്നെ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇരുന്ന് നമുക്ക് സംസാരിച്ചിട്ട് പോകും. കാരണം 9:30 നമുക്ക് എൻ്റെ ടാർഗറ്റ് ഒരു 10:30 ആകുമ്പോൾ എല്ലാ ജോലിയും തീർത്തിട്ട് വീട് തൂക്കണം, തുടയ്ക്കണം. അതാണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ ചോക്കൂട്ടം വരുമ്പോഴത്തേക്കും അവൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കുളിക്കണം, നനയ്ക്കണം, അങ്ങനെ ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. സംസാരിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ജോലി ചെയ്ത് സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടായിരിക്കും എൻ്റെ പേരെന്താണ്, എൻ്റെ സ്ഥലം എവിടെയാണോ ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. എൻ്റെ പേര് അനുവാണ് കേട്ടോ. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പാറശാലയാണ്. അപ്പോൾ പാറശാല എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് സംഭവം. നമുക്ക് ജോലി ചെയ്ത് സംസാരിക്കാം. അപ്പം നിങ്ങളും ഫ്രീ ആവും, ഞാനും കുറച്ച് ഫ്രീ ആവും. പിന്നെന്താ പറയാൻ, പിന്നെ ഒരു കാര്യമില്ലേ, നമുക്ക് മീൻ തലേന്ന് വാങ്ങി നമുക്ക് ഈ കഴുകി ക്ലീനാക്കി വെക്കുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മീനും പിന്നെ നമുക്ക് തേങ്ങയും ഈ 2 നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പകുതി ഒരു 60% നമ്മുടെ ജോലി തീർന്നു തന്നെ പറയാം കേട്ടോ. സത്യം ഈ മീൻ കഴുകാനാണ് ഭയങ്കര പാട്. കാരണം ഇവിടെ മീൻ വരുമ്പോഴത്തേക്കും 11:30-12 മണിയാവും. പിന്നെ ഞാൻ കഴുകാൻ എനിക്ക് 1 മണിക്കൂർ വേണം. പിന്നെ കറി വയ്ക്കാൻ 1 മണിക്കൂർ വേണം. അങ്ങനെ 2 മണിക്കൂർ എനിക്ക് വേണം. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഞാൻ രാവിലെ എന്ന് വെച്ചാൽ 8 മണിക്ക് എണീറ്റ് ഉടനെ തന്നെ ഞാൻ വെള്ളത്തിൽ മീൻ ഇട്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല. ആ മീൻ ഇനി അലിയുന്ന സമയം നമുക്ക് അത്രയും സമയമുണ്ടല്ലോ. ഇതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആരാ വീഡിയോ എടുത്തരുന്നത്, ആരാണ് എന്നൊക്കെ. സംഭവം ആരും വീഡിയോ എടുത്ത് തരാറില്ല. 1-2 വീഡിയോ മാത്രം ചേട്ടൻ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ അങ്ങനെ ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാറില്ല കേട്ടോ. ഞാൻ ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നത്, കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് കേട്ടോ. സംഭവം കൊള്ളാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്യാം. സംഭവം കൊള്ളാം. ഇവിടെ ഉണ്ട് കുറേ പാത്രമുണ്ട്. അപ്പം ഇനി ആദ്യം നമുക്ക് ഈ പാത്രമൊക്കെ കഴുകാം. പാത്രമൊക്കെ കഴുകിയ ശേഷം
നമുക്ക് ഉച്ചത്തെ കാര്യം നോക്കാം. അതിൻ്റെ പാത്രമെല്ലാം കഴുകി തീർന്നു. ഇനി നമുക്ക് തേങ്ങ വേണം. സംഭവം നമുക്ക് തോരന് വേണ്ടി തേങ്ങ വേണമല്ലോ. അതൊക്കെ തേങ്ങ ചിരകാം. നമുക്കിത് ഇന്നത്തേക്ക് എടുക്കാം, ഇത് നാളത്തേക്ക് എടുക്കാം. അപ്പോൾ നാളത്തേക്കുള്ള നമുക്ക് അടച്ച് ഫ്രിഡ്ജിലോട്ടാക്കാം. ഞാൻ വെച്ച് മീനിൽ ആദ്യം മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചാൽ ശരി വേണ്ട, നമുക്ക് ഇരുമ്പും പൊടി ഉണ്ടല്ലോ അതിട്ട് വെച്ച് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് പറിക്കാൻ പോകണേ. പുളിച്ചിക്കാന്ന് ഇവിടെ പുളിച്ചിക്കാന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിഞ്ഞിട്ടോ. പുളിച്ചിക്കയും പറിക്കണം, പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട് കേട്ടോ. രണ്ട് ഈ കോമ്പൗണ്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. കമോൺ. അത്യാവശ്യം കുറച്ച് നിറയുണ്ട് കേട്ടോ. നിറയുണ്ടാവും, നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. എന്നിട്ട് പ്രത്യേകിച്ച് മീന്, പിന്നെ അച്ചാറൊക്കെ ഇടും ചിലർ. ഞാൻ അച്ചാർ ഇട്ടിട്ടില്ല, പക്ഷെ കൊള്ളായിരിക്കും കേട്ടോ. അച്ചാറൊക്കെ ഇടുമ്പോൾ നന്നായിരിക്കും. പക്ഷെ മീനിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാണിച്ചു തരാം. നമുക്ക് കുറച്ച് മതി, അപ്പം ഇത്രയും മതി കേട്ടോ. ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്ക് മീനിൻ്റെ കാര്യത്തിൽ രണ്ട് താല്പര്യമാണ്. ഒരാൾക്ക് പൊരിക്കണം, ഒരാൾക്ക് കറി വയ്ക്കണം. ചേട്ടന് മീൻ പൊരിക്കുന്നതാണ് ഇഷ്ടം, എനിക്ക് കറി വെച്ച മീനാണ് ഇഷ്ടം. സംഭവം പൊരിച്ച മീൻ ഇഷ്ടമാണ്, എന്നാലും പൊരിച്ച മീൻ നമ്മളൊരു പ്രത്യേകിച്ചൊരു കറി നോക്കണമല്ലോ. പക്ഷേ കറി വെച്ച മീൻ എനിക്ക് പ്രത്യേകിച്ചൊരു കറി നോക്കണ്ട. അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് കറി വെച്ച മീൻ ഇഷ്ടം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കറി വെച്ച മീനുണ്ടല്ലോ, അതിൽ മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ചോറിനോടൊക്കെ വരെ വെച്ച് കഴിക്കാൻ കുറച്ച് ചോറും മീൻ കറിയും കുറച്ച് അവിയലോ വല്ല ബീട്രൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ കറിയുടെ. എനിക്ക് മീനിനേക്കാളും എനിക്കിഷ്ടം അതിൻ്റെ കറിയാണ്. പ്രത്യേകിച്ച് ഈ പുട്ടൊക്കെ ഉള്ള ദിവസം എനിക്ക് മീൻ കറി വെക്കാനാണ് എനിക്കിഷ്ടം. കാരണം പുട്ടും ആ മീൻ കറിയും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ. അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളാരും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സംഭവം ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഈ മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മീൻ കറിയും പുട്ടൊക്കെ. അങ്ങനെ എനിക്ക് മീൻ കറിയാണ് ഇഷ്ടം. പിന്നെ ചോറിനും എനിക്ക് മീൻ കറിയാണ്, മറ്റ് കറികളെക്കാളും എനിക്കിഷ്ടം മീൻ കറിയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇപ്പോൾ പൊരിച്ച മീൻ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് നല്ലതല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിന് ബ്രെയിൻ വാഷ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ചേട്ടന് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ചേട്ടന് കുഴപ്പമില്ല, നമുക്ക് കറി വെച്ച് മീൻ മതി. അപ്പോൾ മീൻ കറി വെച്ചാൽ പിന്നെ ഒരു പകുതി ജോലി തീർന്നു കേട്ടോ. സത്യം പറഞ്ഞ അടുക്കളയിൽ മീൻ കറി ഒരു തോരനൊക്കെ വെച്ചാൽ പകുതിയല്ല, എല്ലാ ജോലിയും തീർന്നെന്ന് തന്നെ പറയാം. ഞാൻ ഈ ഷോർട്സൊക്കെ ഇടുമ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ചോപ്പർ ഇവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഇത് ഞാൻ വാങ്ങിയത് ലുലു എന്നാണ്. ഇപ്പം ഇതേപോലത്തെ ചോപ്പറൊക്കെ ഏകദേശം എല്ലാ കടയിലും കിട്ടും കേട്ടോ. നമ്മൾ സാധാ കടയിലും ഇപ്പം ആദ്യം ഞാൻ യൂസ് ചെയ്തത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നായിരുന്നു. അത് പിന്നെ ചീത്തയില്ല, ചേച്ചിക്ക് വേണം പറഞ്ഞ ചേച്ചി കൊടുത്തായിരുന്നു. ഇത് രണ്ടാമത് ഞാൻ ലുലു എന്ന് പോയി വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് അതിനേക്കാളും കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത് 4 ബ്ലൈഡാണ്. അതിലെനിക്കുള്ള ഉണ്ടായിരുന്നതിൽ എനിക്ക് 3 ബ്ലൈഡാണ്. ഇതിലിപ്പോൾ 4 ബ്ലൈഡുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ വലിക്കുന്നതുണ്ടല്ലോ, അതിനേക്കാളും നല്ലതാണ് ഈ ചോപ്പർ കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് നല്ല എളുപ്പമാണ് സംഭവം. കാണിച്ചു.
ഭയങ്കര നൈസായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇപ്പം ചോപ്പ് ചെയ്യണം. ഇപ്പം എനിക്ക് കുഞ്ഞായിട്ട് മതി കേട്ടോ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഞാൻ കുഞ്ഞായിട്ട് എടുത്തത് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് സംഭവം. എനിക്കൊന്നും ഒരു വീട്ടിൽ ഒരു അത്യാവശ്യം ഒരു ചോപ്പർ നമുക്ക് വേണം കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ കൈ കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വേണം കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇത് കണ്ടോ ഒരു 5 മിനിറ്റ് ഒരു 2 മിനിറ്റ് എടുത്തതെന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം പെട്ടെന്ന് നമുക്കിത് എല്ലാ വെജിറ്റബിൾസ് ഇപ്പം ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്, ഇപ്പോൾ കോളിഫ്ലവർ, പയർ പോലത്തുള്ള സാധനം നമുക്ക് ഇപ്പോൾ അവിയൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, സാമ്പാറിന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഡീമേറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പയർ അറിയാൻ പറ്റത്തില്ല, പിന്നെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബീൻസ് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബീൻസൊക്കെ അറിയാൻ കേട്ടോ, പിന്നെ അത് തീരെ കുഞ്ഞായിട്ട് വരും. നമ്മളൊക്കെ റൗണ്ടായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്, അപ്പം അതിനൊന്നും പറ്റത്തില്ല. അല്ലാതെ നമുക്ക് സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ ചോപ്പർ. നമുക്ക് സംസാരിച്ച് വയ്ക്കാം, നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. കടുക് പൊട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര റിയാക്ഷൻ എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കടുക് പൊട്ടുമ്പോഴോ ഇതുപോലെ എന്തെങ്കിലും സാധനം മിക്കവാറും എൻ്റെ ശരീരത്തിൽ കയ്യിലോ കാലോ മൂക്കിലോ എവിടെയെങ്കിലും ഈ കടുക് പൊട്ടിത്തെറിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴും ഒരു ചെറിയൊരു പേടി ഇല്ലാതില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് ഞാൻ ഈ കടുക് പൊട്ടിക്കുന്നത്. പിന്നെ ഈ ഒരു ചോപ്പറിൻ്റെ ഇനിയൊരു ഗുണമെന്ന് വെച്ചാൽ സംഭവം നമുക്ക് വേറൊരു പാത്രം അന്വേഷിക്കേണ്ട, അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്കതിൽ ഇടാം കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്ത് അതും കഴുകണമല്ലോ. അപ്പം ബീട്രൂട്ട് അവിടെ നിന്ന് വെന്തോളും. അപ്പോൾ നമ്മളിനി അത് നോക്കേണ്ട. ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ലോ ഫ്ലെയിമിലൊക്കെ ആക്കി വെക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് വെന്തോളും. ആ സമയം മീൻ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഉണ്ടല്ലോ, വലിയ കുപ്പി ആക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് കണക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വീഴ്ത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് വീഴും. അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുപ്പിയിലാക്കി വയ്ക്കും കേട്ടോ എണ്ണ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു കണക്കറിയാൻ പറ്റും. അപ്പം മീനായി, ബീട്രൂട്ടായി. അപ്പം മീനും തോരനായി. അപ്പം നമ്മളിനി വെറുതെ ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയായിരുന്നു, ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കടയിലിരുന്നപ്പോൾ കൊള്ളാം, സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീട്ടിൽ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം ഈ ഇല എന്ത് ചെയ്യുന്നറിയോ, വാടി വീഴുന്നു. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമുക്ക് സ്പ്രേ ചെയ്യാം, എല്ലാ പ്ലാന്റിനും നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം കേട്ടോ. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് വെള്ളം കൊടുക്കാം. ഓക്കെ, സാധാ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, ഇതിലുള്ള ലിക്വിഡ് എല്ലാം കളഞ്ഞിട്ട് നല്ല വെള്ളം ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാം. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. കണ്ടപ്പോൾ കൊള്ളാം, ഭംഗി തോന്നി വാങ്ങിയതാണ് സംഭവം. അല്ലാതെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ പേരറിയുന്നവർ കാണുമായിരിക്കും. സംഭവം കാണാൻ കൊള്ളാം കേട്ടോ. ഇതൊരു പ്ലാന്റാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ വാങ്ങിയപ്പോൾ സൂപ്പറായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. ഇത് പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇത് സാധാ നമ്മൾ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് ഒറിജിനലല്ല, പ്ലാസ്റ്റിക്. ഇതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതാ ഒരു ചെടി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ കാണാൻ കൊള്ളാൻ തോന്നി. എനിക്ക് ഈ ഇടയ്ക്കാണ് എനിക്ക് ഈ ഇൻഡോർ പ്ലാന്റിനോട് ഒരു വല്ലാത്തൊരു താല്പര്യം തോന്നിയത് കേട്ടോ. ഈ പ്ലാന്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടോ, ഈ ഇലയൊക്കെ വാടി പക്ഷെ കാണാൻ നല്ല ഭംഗി, വാഴ പോലെ ഇരിക്കും കേട്ടോ സംഭവം. പക്ഷേ എന്തോ എല്ലാം വാടി എനിക്കൊരു ചെറിയൊരു സങ്കടം ഇല്ലാതില്ല ഈ ചെടിയെ ഓർത്ത്. പക്ഷെ എന്ത് ചെയ്യാൻ, കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഇനി വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണോ, അതോ ചിലപ്പോൾ ഇനി ഒഴിക്കാത്തത് കൊണ്ടാണോ, അതോ ഇതിന് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ലയോ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. സംഭവം ദിവസം ഓരോ ഇലയായിട്ട് വാടി പോവും. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. അപ്പോൾ അതവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ ഭംഗിയില്ല എന്ന് തോന്നുന്നതാണ്. പക്ഷെ കൊള്ളാം, സംഭവം കൊള്ളാം. ഇതാണ് എൻ്റെ കല്യാണ ഫോട്ടോ കണ്ടോ, മൈ ഹസ്ബൻഡ് കണ്ടോ. കല്യാണത്തിന് ഉണ്ടല്ലോ, നമുക്ക് 8 സമയം എനിക്ക് ഗൗണായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാരി,
പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും വൈകിട്ട് റിസപ്ഷൻ ഉണ്ടല്ലോ, ഇവരുടെ റിസപ്ഷനിൽ ലെഹങ്ക. എൻ്റെ അവിടെ റിസപ്ഷന് സാരി ആയിരുന്നു കേട്ടോ. ഞാൻ കല്യാണത്തിന് ആദ്യമായിട്ടാണ് ഞാൻ സാരി ഉടുക്കുന്നത്. എനിക്ക് സാരി ഉടുക്കാൻ ഇപ്പം റീസെൻ്റായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു. പലപ്പോഴും ഞാൻ വിചാരിക്കും യൂട്യൂബ് നോക്കി സാരി ഉടുക്കുന്നത് പഠിക്കണമെന്ന്. മടി, ആക്ച്വലി മടിയാണ് വലിയൊരു സംഭവം. അതുകൊണ്ട് ഞാൻ സാരി ഉടുത്ത് പഠിക്കും. മീനെന്താ എന്തോ നോക്കാം, മീൻ നോക്കാം. ബീട്രൂട്ട് കുറച്ചുകൂടി വെള്ളം പോകാനുണ്ട്. മീൻ കുഴപ്പമില്ല, കറിവേപ്പിലയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടുമ്പോൾ മീൻ സെറ്റ് ആയിക്കോളും. പിന്നെ മോര് കറിയും ഒരു മുട്ടയും കൂടെ പൊരിക്കുമ്പോൾ ഉച്ചത്തെ കാര്യം ഓക്കെ ആയി. മീൻ കറി ഇവിടെ റെഡിയായി. പിന്നെ ബീട്രൂട്ടും റെഡിയായി. ഇനി മോര് കറി. എനിക്ക് തോന്നുന്നു കറിയിൽ ഏറ്റവും എളുപ്പമുള്ളത് മോര് കറിയാണ് കേട്ടോ. തേങ്ങ ഇടാത്ത മോര് കറി ഉണ്ടല്ലോ, സംഭവം ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സാധാ കടുവൊക്കെ വറുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചെറിയ ഉള്ളി കൂടെ ഇടും കേട്ടോ. അതെല്ലാം കൂടി ഇട്ട ശേഷം ഓഫ് ചെയ്തിട്ട് നമ്മൾ മോരുണ്ടല്ലോ, മോര് ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇടുമ്പോഴത്തേക്കും മോര് കറി റെഡിയായി കേട്ടോ. എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് എടുക്കും. സംഭവം മോര് കറി എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വെച്ച ശേഷം ഞാൻ എന്തെന്ന് പറയുമോ, ഓരോ പാത്രത്തിലാക്കി വയ്ക്കും. അപ്പോൾ ഈ വലിയ പാത്രം കാണുമ്പോൾ പിന്നെ വിചാരിക്കും ഇത് എപ്പം കഴിയുന്നു. മറ്റേ കുഞ്ഞു പാത്രം ആകുമ്പോഴേ നമുക്ക് പിന്നെ കഴിവാൻ മടി തോന്നത്തില്ല. അപ്പോൾ നമുക്ക് കഴുകി പൊയ്ക്കോളുമല്ലോ. അതുകൊണ്ട് എല്ലാം ഞാൻ വലിയ പാത്രത്തിൽ നിന്ന് കുഞ്ഞു പാത്രത്തിലാക്കും. പിന്നെ നമ്മൾ രാത്രി കാപ്പിയാണല്ലോ കുടിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഉച്ചത്തേക്ക് മാത്രമാണല്ലോ. പിന്നെ എല്ലാം ഒതുക്കി പറക്കി വരുമ്പോഴത്തേക്കും സമയം. സത്യം പറഞ്ഞ് നമ്മൾ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊന്നുമില്ല, ഈ കുപ്പിയിൽ വരുന്ന ഭൂതം പോലെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുക അയ്യോ ജോലിയൊക്കെ തീർന്നു, അതാ അപ്പുറത്ത് നോക്കുമ്പോൾ വീണ്ടും പാത്രം, പിന്നെ ഇത് ഇപ്പുറത്ത് നോക്കുമ്പോൾ വീണ്ടും പാത്രം. എവിടെ നിന്നാണ് ഈ പാത്രം കൂടുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. ഈ വീട്ടിൽ പാത്രം കൂടുന്നതിന് കൈയും കണക്കില്ല. 1000 പ്രാവശ്യം ഞാൻ ഇത് തുടയ്ക്കും കേട്ടോ. എന്നും ഒരേ ജോലിയാണ് കേട്ടോ. സത്യം പറയുന്നത് ഒരു സർക്കിളല്ല, ഇതൊരു സൈക്കിളായിപ്പോയി എൻ്റെ ലൈഫിൽ. രാവിലെ എണീക്കുക, കാപ്പി ഉണ്ടാക്കുക, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുക, വൈകിട്ട് കാപ്പി ഉണ്ടാക്കുക, പിന്നെ കിടന്നുറങ്ങുക, പിന്നെ രാവിലെ എണീക്കുക. എന്തൊരു ബോറ് പരിപാടിയാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്കിന്നൊക്കെ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഈ ഐസ് വെള്ളം ഉണ്ടല്ലോ, ഐസ് വെള്ളം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴുകും കേട്ടോ. ഒരു വലിയ ആശ്വാസം. ഈ ചൂട് സമയം ഈ ഐസ് വെള്ളത്തിൽ മുഖം കഴിയുമ്പോൾ ഉണ്ടല്ലോ, സംഭവം നമുക്ക് മുഖത്തൊരു നല്ല എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് കിട്ടും, നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ. എന്താ പറയുക, ഇച്ചിരി മുഖമൊക്കെ നല്ല തണുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആശ്വാസം തോന്നും കേട്ടോ. ഒരു ഫ്രീ തോന്നും. എനിക്കാണെങ്കിൽ ചോറിനോട് മുട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ചോറ് കഴിച്ച് കഴിയുമ്പോൾ കുറേ പാത്രം കൊടുക്കും. അപ്പോൾ അതിനോട് എന്തായാലും 2 പാത്രമില്ല, എന്തായാലും ഞാൻ തന്നെ കഴുകണം. പിന്നെ വിചാരിച്ചു എനിക്ക് വേണ്ടി 2 മുട്ട പൊരിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. സംഭവം എനിക്ക് മുട്ടയിൽ ഒരുപാട് ഉള്ളി വേണം, അതുപോലെ ഒരുപാട് മുളകും വേണം. ഇത് രണ്ടും എനിക്ക് ഒരുപാട് വേണം കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളി കൂട്ടി ഇട്ട മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിയൊക്കെ കൂട്ടിയിട്ട മുട്ട സംഭവം കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല റൗണ്ടായിട്ട്. പക്ഷേ എന്തോ എണ്ണയുടെ കുറവ് കൊണ്ടാണോ അതോ എൻ്റെ കഴിവുകേട് കൊണ്ടാണോ എന്തോ മുട്ട പകുതിയായിട്ട് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പൊട്ടിച്ചല്ലേ കഴിക്കണം, പിന്നെ എന്തോ പൊട്ടിയില്ലെങ്കിൽ അത് നമുക്ക് വേണ്ടിയില്ലെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്.
അപ്പോൾ ചോറ് കഴിച്ചിട്ടിരിക്കുക. ഇപ്പം ഏകദേശം മണി 2:30 മണിയായി. ഇവിടെ ഇപ്പം മിക്കവാറും 2:30 മണി 3 മണിക്കൊക്കെയാണ് ചോറ് കഴിക്കുന്നത്. കാരണം എനിക്കറിഞ്ഞൂടാ, സംഭവം ഇങ്ങനെയാണ്. പിന്നെ രാവിലെ ഞാൻ കാപ്പി കുറച്ചേ കുടിക്കാറുള്ളൂ. കാരണം ഇപ്പോൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ കുറച്ച് നിറയെ കഴിക്കും. ഇപ്പം എനിക്ക് ഇടിയപ്പം, കടലക്കറി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിറയെ കഴിക്കും. അല്ല ദോശ, അപ്പമൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ കാപ്പിയിലൂടെ വലിയ താല്പര്യമില്ല. എനിക്ക് ചോറാണ് ഭയങ്കര ഇഷ്ടം. കാരണം ചോറ്, തോരൻ, മീൻ കറി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മീൻ കറി, അവിയൽ, പിന്നെ ചൂട് പയർ ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മുട്ട അങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹവും ഒരു എന്താ ഒരു പറയാൻ ഒരു ആക്രാന്തം എന്ന് പറയില്ലേ, ആ സംഭവം എനിക്കുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം, ആ ഫുഡ് വേസ്റ്റ് ആക്കണ്ട എന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ വെക്കുന്ന ആഹാരം ഞാൻ മാക്സിമം ഞാൻ വേസ്റ്റ് ആക്കാറില്ല. എങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കും. പിന്നെ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞാൻ വേസ്റ്റ് ആക്കാറുള്ളൂ. അല്ലാതെ ഞാൻ ഫുഡ് മാക്സിമം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ വേസ്റ്റ് ആക്കാറില്ല കേട്ടോ. കാരണം ഞാൻ രാവിലെ വെക്കുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി കുറച്ച് ദിവസമായി ഞാൻ സിനിമ കണ്ടിട്ട്, അപ്പം സിനിമ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. സംഭവം ഞാനൊരു 10 മിനിറ്റിൽ എണീക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വന്ന് 5 മണിയായി. പിന്നെ വീട് തൂപ്പില്ല, തുടപ്പില്ല. സംഭവം കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണമല്ലോ. അപ്പം മിന്നൽ മുരളിയാണ് കേട്ടോ സിനിമ. കൊള്ളാം. എനിക്ക് കണ്ട സിനിമ കണ്ടിരിക്കാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ കോമഡി ഇങ്ങനെയൊക്കെ സിനിമ ഇഷ്ടമാണ്. ഇത് കോമഡി അല്ലേ, എന്നാലും ഇത് കുഴപ്പമില്ല, നല്ല സിനിമയല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ എന്താ പറയുക, ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.